ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു മൂന്നാം ബദലിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്ന സന്ദർഭത്തിൽ പോലും അതിന് നേതൃത്വം കൊടുക്കാനോ അതിന് മുൻകൈ എടുക്കാനോ അതിന് ഒരു ആദ്യ സ്റ്റെപ്പ് എന്ന നിലയിൽ പ്രവർത്തിക്കാനോ CPIM വിമുഖത കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? CPIMന് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രാധാന്യം കുറഞ്ഞു വരികയാണോ? യഥാർത്ഥത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ ചേരിതിരിവുകൾ രൂപപ്പെടാൻ ഇടയുണ്ടെന്നുള്ള സൂചനകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. CPMനും ഡൽഹിയിൽ ഇടതുപക്ഷ പാർട്ടികളുടെ ഒരു സ്ഥിരം ഏകോപനമുണ്ട്. CPM, CPI, RSP, ഫോർവേഡ് ബ്ലോക്ക്. ആ ഇടതുപക്ഷ പാർട്ടികൾക്ക് ഇതിനോടെല്ലാമുള്ള പ്രതികരണം ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുയോജ്യമായ സമചിത്തതയോട് കൂടിയിട്ടുള്ളൊരു പ്രതികരണമാണ്. ഞങ്ങൾ ബദലിന് വേണ്ടിയിട്ട് തന്നെയാണ് നിലകൊള്ളുന്നത്. പ്രാദേശിക പാർട്ടികളെ വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് ശ്രീ പ്രകാശ് കാരാട്ട് പറഞ്ഞത്. അത് പറഞ്ഞ തൊട്ടടുത്ത നിമിഷമാണ് അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമാണ് ശരദ് യാദവിനെ കാണാൻ ശ്രീ സീതാറാം യെച്ചൂരി പോകുന്നത്. ഞങ്ങളുമായി സഹകരിക്കാൻ തയ്യാറുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന പാർട്ടികളുടെ നേരെ വാതിൽ കൊട്ടിയടയ്ക്കാനും ഞങ്ങൾ തയ്യാറല്ല. എന്നാൽ ഒരുതരം ആരംഭശൂരത്വം കാണിച്ചുകൊണ്ട് ഇതാ ഞങ്ങൾ ഇവരെല്ലാമായിട്ട് ചേർത്ത് ഒരു പുതിയ ബദൽ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ആവശ്യമായ ചർച്ചകളും ആശയവിനിമയങ്ങളും കൂടാതെ എടുത്തുചാടി പറയലും ഇടതുപക്ഷത്തിന് CPIMനും തൃണമൂലിനും ഒരുമിച്ച് നിൽക്കാൻ കഴിയുമോ? SPക്കും BSPക്കും ഒരുമിച്ച് നിൽക്കാൻ കഴിയുമോ? ഇങ്ങനെ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ ഒരു തരത്തിലും യോജിക്കാൻ കഴിയാത്ത കക്ഷികളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ടൊരു മൂന്നാം ബദൽ എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ് എന്ന് CPIM തിരിച്ചറിഞ്ഞു കഴിഞ്ഞതുകൊണ്ടാണോ ഇത്ര വലിയൊരു എടുത്തുചാട്ടം CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തത്? CPIM ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ബദലുകളെക്കുറിച്ച് വളരെ അഗാധമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായി 10,000-കണക്കിന് ബ്രാഞ്ചുകളുണ്ട് പാർട്ടിയിൽ. ആ ബ്രാഞ്ചുകളെല്ലാം ചർച്ച ചെയ്യും. കരട് രാഷ്ട്രീയ പ്രമേയം കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കുന്ന ആ രേഖയ്ക്ക് ഇട്ടിരിക്കുന്ന പേര് തന്നെ കരട് രാഷ്ട്രീയ പ്രമേയം എന്നാണ്. പെറുക്കിക്കളയേണ്ട പല കരടുകളും അതിനകത്തുണ്ടാവാം എന്ന് അംഗീകരിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ സമീപനത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാ പാർട്ടി ഘടകങ്ങളും ചർച്ച ചെയ്തതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഏത് തരത്തിലുള്ളൊരു ബദലാണ് ഇന്ത്യയിൽ രൂപപ്പെടേണ്ടത് എന്നുള്ളതാണ്. അത് ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് എത്തിച്ചേർന്ന നിഗമനം ബദൽ നയങ്ങളെ ആസ്പദമാക്കി വേണം കോൺഗ്രസിനും BJPക്കും ഒരു രാഷ്ട്രീയ ബദൽ രൂപപ്പെടുത്താൻ. അത് ഏതെങ്കിലും ചില രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ തെരഞ്ഞെടുപ്പിന് ഒരു വർഷമോ മറ്റോ ഉള്ളപ്പോൾ നടത്തുന്ന കുറേ ചർച്ചയിലൂടെ അവർ തയ്യാറാക്കുന്ന ജനങ്ങളുടെ ആവശ്യങ്ങളുടെ ഒരു പട്ടികയല്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് രാജ്യത്ത് നടക്കുന്ന സമരങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞ് വരുന്ന ബദൽ നയങ്ങൾ. അപ്പം ആ ബദൽ നയങ്ങളോട് ആ നയങ്ങൾ വെച്ചുകൊണ്ട് സമരം ചെയ്ത പാർട്ടികൾക്കും സംഘടനകൾക്കും ഒരു ആത്മാർത്ഥത ഉണ്ടാകും, ഒരു ഹൃദയബന്ധം ഉണ്ടാകും. അങ്ങനെ ഹൃദയബന്ധത്തിലൂടെ രൂപപ്പെടുന്ന ബദൽ നയങ്ങളും മുദ്രാവാക്യങ്ങളും അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ബദൽ മുന്നണി അത് സമയമെടുക്കുന്നതാണ്, ശ്രമകരമാണ്. അതിനുവേണ്ടിയാണ് CPM പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് VS അച്യുതാനന്ദനെ മാറ്റണമെന്ന സംസ്ഥാന സമിതി പ്രമേയം പോളിറ്റ് ബ്യൂറോയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ VSനെ അനുകൂലിച്ചും എതിർത്തും ഒരു ചേരിതിരിവ് പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടായി എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ശരിയാണോ സഖാവേ അത്? മാധ്യമങ്ങൾ ഇത്തരം ആഭ്യന്തര പാർട്ടി കാര്യങ്ങളെക്കുറിച്ച് നടത്തുന്ന ഊഹാപോഹങ്ങളുടെ ചുവട് പിടിച്ച് ഞങ്ങളൊന്നും ഒരിക്കലും ഒരു സംവാദത്തിൽ പങ്കെടുക്കാറില്ല. മാധ്യമങ്ങൾ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഉന്നയിക്കുന്ന ചോദ്യങ്ങളോട് പ്രതികരിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് പാർട്ടിപരമായ ഞങ്ങളുടെ. പക്ഷേ അത് എത്ര കാലം കഴിയും? RTIയുടെ പരിധിയിലേക്ക് രാഷ്ട്രീയ പാർട്ടികളെ കൂടി കൊണ്ടുവരുന്നതോടുകൂടി അതിനുള്ള സാധ്യത ഇല്ലാതാവുകയല്ലേ? അത് നമുക്ക് നോക്കാം. അങ്ങനെ RTIയുടെ പരിധിയിൽ രാഷ്ട്രീയ പാർട്ടികൾ വരികയാണെങ്കിൽ അപ്പം എങ്ങനെയായിരിക്കും നമ്മളിതെല്ലാം ചർച്ച ചെയ്യുക എന്നുള്ളത് ആ സമയത്ത് നോക്കിയാൽ പോരെ. VSനെ തൊടാൻ പറ്റാത്തൊരു സാഹചര്യം പാർട്ടിക്കുണ്ടോ? VS CPIMൻ്റെ ഏറ്റവും സമുന്നതനായ നേതാക്കന്മാരൊരാളാണ്, ഏറ്റവും പ്രായം ചെന്ന നേതാക്കന്മാരൊരാളാണ്. അതിൻ്റെ എല്ലാ ആദരവോടും കൂടിയാണ് VSുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത്. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട കുറ്റപത്രം വിഭജിക്കണമെന്നും വിചാരണ നേരത്തെയാക്കണമെന്നുമുള്ള ശ്രീ പിണറായി വിജയൻ്റെ ആവശ്യത്തിന് കോടതിയുടെ അംഗീകാരമുണ്ടായി. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാണെന്ന് ശ്രീ പിണറായി പറയുകയും ചെയ്യുന്നു. വളരെ പെട്ടെന്ന് കുറ്റവിമുക്തനായി വന്ന് അടുത്ത തിരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹം തയ്യാറായി എന്ന കണക്കുകൂട്ടലാണോ ഇതിന് പിന്നിൽ?
ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ആലോചനയോ ചിന്തയോ അതിനെ മുൻനിർത്തിയല്ല പാർട്ടി ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നത്. ഇത്തരം കാര്യങ്ങളിൽ എന്ത് തീരുമാനമെടുക്കണം എന്നുള്ളത് ആ സമയത്ത് പാർട്ടിയുടെ ബന്ധപ്പെട്ട കമ്മിറ്റികൾ ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. കേരളത്തിൽ മഴക്കെടുതി മൂലം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ട, ഉന്നയിക്കപ്പെടേണ്ട നിയമസഭയിൽ കഴിഞ്ഞ 5 ദിവസമായി സോളാർ പ്രശ്നം മാത്രം ഉന്നയിച്ച് പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയാണ്. ഇത് നീതിയാണോ? കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഗുരുതരമായ ഒരുപാട് വിഷയങ്ങൾ, ഇപ്പോൾ അട്ടപ്പാടിയിലെ കുട്ടികളുടെ പോഷകാഹാരക്കുറവ് നിമിത്തമുള്ള കൂട്ടമരണം, പ്രതിപക്ഷമാണ് അടിയന്തര പ്രമേയത്തിൻ്റെ രൂപത്തിൽ സഭയിൽ ഉന്നയിച്ച് ചർച്ച ചെയ്തത്. ആ ചർച്ച ചെയ്യാൻ നടത്തിയ ശ്രമം ഗവൺമെൻറ് സഹകരിച്ചില്ല. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. പക്ഷേ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ഗൗരവം സഭയിൽ ഉന്നയിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു. കേരളം ഇപ്പോൾ ഈ മഴ തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ നിയമസഭാ സമ്മേളന കാലത്താണ് വരൾച്ചയിൽപ്പെട്ട് ചക്രശ്വാസം വലിച്ചിരുന്നത്. അന്ന് നിയമസഭയിൽ പ്രതിപക്ഷം നടത്തിയ വലിയ ശക്തമായ പോരാട്ടത്തെ തുടർന്നാണ് മുഖ്യമന്ത്രിക്ക് സഭയിൽ പറയേണ്ടി വന്നത് എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി തന്നെ പോയി വരൾച്ച ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേരിട്ട് മേൽനോട്ടം വഹിക്കാൻ പോവുകയാണ്. ഓരോ ജില്ലയിലും ഞാൻ എത്തുമ്പോൾ അവിടുത്തെ MLA-മാരെയും ജനപ്രതിനിധികളെല്ലാം വിളിച്ചു കൂട്ടുന്നതാണ്. എല്ലാ ജില്ലകളിലും ഞങ്ങളെല്ലാം പങ്കെടുത്തുകൊണ്ട് നടന്നു. അപ്പോൾ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഓരോന്നും നിയമസഭയുടെ വേദി ഉന്നയിച്ചുകൊണ്ടും ചിലപ്പോൾ നിയമസഭയ്ക്ക് പുറത്തും പോരാട്ടങ്ങളിലൂടെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, വെള്ളക്കരം കൂട്ടാൻ 4 രൂപ 20 പൈസയ്ക്ക് ഇന്ന് കിട്ടുന്ന വെള്ളം 250 ആണോ 400 ആണോ ആകുക എന്നറിഞ്ഞുകൂടാ. ആ നിലയിൽ വെള്ളക്കരം വർദ്ധിക്കുന്ന ഒരു നില, വിദ്യുത് ശക്തി ചാർജ് നിരന്തരം ഉയരുന്നതില്ല. ഇത് നിയമസഭയിൽ ഉന്നയിക്കുകയും നിയമസഭയ്ക്ക് പുറത്ത് സമരം നടത്തുകയും ചെയ്യുന്നത് ഞങ്ങളാണ്. അതേസമയം ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ച ഗവൺമെൻറ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പട്ടാപ്പകൽ തീവട്ടിക്കൊള്ള നടത്തുന്നവർക്ക് കൂട്ടുനിൽക്കുന്നു എന്ന് കാണുമ്പോൾ അതിനെതിരായിട്ട് ഞങ്ങൾ സമരം ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തന്നെ ചോദിക്കും നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന്. അപ്പോൾ അതുകൊണ്ട് ഓരോ സമയത്തും പ്രതിപക്ഷം ഏറ്റെടുക്കേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ അധ്യയന വർഷത്തിലും സർക്കാർ സ്കൂളുകളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ വരവ് കുറവ് തന്നെയാണ് തലയെണ്ണലിൽ. ഓരോ തവണയും ഇത് സംഭവിക്കുന്നു. ഏതാണ്ട് 70% കുട്ടികൾ കേരളത്തിൽ സ്വകാര്യ സ്കൂളുകളിലാണ് പഠനം നടത്തുന്നത്. അശാസ്ത്രീയമായ രീതിയിൽ DPP സംവിധാനം ഇവിടെ കൊണ്ടുവന്നതാണ് ഈ തരത്തിൽ ദേശീയ നിലവാരത്തിൽ മലയാളിയുടെ വിദ്യാഭ്യാസം താഴോട്ട് പോകാൻ കാരണം എന്നുള്ള നിരീക്ഷണമുണ്ട്. താങ്കൾ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് ലാസ്റ്റ് ടേമിൽ ഏതാണ്ട് 40-ലധികം സ്കൂളുകൾക്ക് അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് അംഗീകാരം നൽകുകയുണ്ടായി. ഒരു ഭാഗത്ത് സർക്കാർ സ്കൂളുകളിൽ കുട്ടികളെ എത്തിക്കാൻ വേണ്ടി ശ്രമം നടക്കുകയും മറുഭാഗത്ത് അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് സഹായകരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പല്ലേ? വളരെ വിസ്തൃതമായി മറുപടി പറയേണ്ട 2 ചോദ്യങ്ങളാണ് ഒരുമിച്ച് ചേർത്തത്. ഒന്ന്, നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം തകർച്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നം. സ്വകാര്യ സ്വാശ്രയ സ്കൂളുകളോടുള്ള ജനങ്ങളുടെ ഒരു കമ്പം. ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കാലത്ത് 40-ൽ താഴെ അൺഎയ്ഡഡ് സ്കൂളുകൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട ചോദ്യം. ഇതിൽ ഒന്നാമത്തെ വിഷയം, കഴിഞ്ഞ ദിവസം UNDP-യുടെ ഒരു പ്രതിനിധിയുമായിട്ട് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്യുമ്പോൾ കേരളം എല്ലാ മേഖലയിലും വളരെ മുമ്പിലാണ്, എന്നാൽ കേരളം പിന്നിൽ നിൽക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് എന്നവർ ഞങ്ങളോട് ചോദിച്ചു. ഉയർന്ന IAS ഉദ്യോഗസ്ഥന്മാരുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഊഴം വന്നപ്പോൾ ഞാൻ പറഞ്ഞത്, കേരളം പിന്നിൽ നിൽക്കുന്നതെന്ന് പറയാൻ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളോട് താരതമ്യപ്പെടുത്തുമ്പം അധികം മേഖലയൊന്നുമില്ല. വ്യവസായവൽക്കരണം ഉണ്ട്, അങ്ങനെ ചിലതേ ഉള്ളൂ. പക്ഷേ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, മറ്റ് സംസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ മോശമല്ലെങ്കിൽ പോലും നമ്മുടെ വിദ്യാഭ്യാസ ഗുണനിലവാരത്തിൻ്റെ ശോഷണം അല്ലെങ്കിൽ ഗുണനിലവാരമില്ലായ്മ, സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെയും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെ മേഖലയിൽ നമ്മൾ ഗുണമേന്മ കൈവരിക്കാൻ വേണ്ടി ഊന്നൽ കൊടുത്തുകൊണ്ട് അതിലാണ് ഇനി ഏറ്റവും കൂടുതൽ നിക്ഷേപിക്കേണ്ടത്, അതിലാണ് ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. പക്ഷേ ഇത് പറയുമ്പോഴും നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളും ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളും അത് ഗവൺമെൻറ് സ്കൂളിന് തുല്യമാണ്. അധ്യാപകരെ കോഴയൊക്കെ വാങ്ങിച്ചിട്ട് മാനേജ്മെൻറ്റ് നിയമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ നിലയിലും ഗവൺമെൻറ് സ്കൂളുകളെ പോലാണ് എയ്ഡഡ് സ്കൂളുകളും. അൺഎയ്ഡഡ് സ്കൂളുകൾ നമ്മൾ മാറ്റി നിർത്തണം.
നമ്മുടെ സ്കൂളുകൾ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനത്തിലെ ഗവൺമെൻറ് സ്കൂളുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിലവാരത്തിൽ വളരെ മുമ്പിലാണ്. അതിൻ്റെ ഒരുപാട് പഠനങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ട് പുസ്തകത്തിൽ ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ ഇടത്തരക്കാർക്കിടയിൽ ഒരു വലിയ അന്ധവിശ്വാസമുണ്ട്. അൺഎയ്ഡഡ് സ്കൂളുകളിലാണ് നിലവാരമുള്ളത്. അവിടെ അരിപ്പ് വെച്ച് അരിച്ചിട്ടെടുക്കുന്നവരാണ് ഈ 100% വിജയം കാണിക്കുന്നത്. 2, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നതാണ് ഏറ്റവും വലിയ മികവ്. അതും അബദ്ധ സിദ്ധാന്തമാണെന്നുള്ളത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. ജർമ്മനിയിലുള്ളവർ ജർമ്മനിലാണ് പഠിക്കുന്നത്, ഇംഗ്ലീഷിലല്ല. ജപ്പാനിലുള്ളവർ ജാപ്പനീസിലാണ് പഠിക്കുന്നത്, ചൈനക്കാർ ചൈനീസിലാണ് പഠിക്കുന്നത്, റഷ്യക്കാർ റഷ്യനിലാണ് പഠിക്കുന്നത്. അപ്പം ഇത് നമ്മൾ കേരളത്തിലെ വിദ്യാസമ്പന്നരെന്ന് കരുതുന്ന ഇടത്തരക്കാർക്കുള്ള അന്ധവിശ്വാസമാണ്. LDF ഗവൺമെൻറ് കാലത്ത് 40 താഴെ സ്കൂളുകൾ അത് CBSE ICSE സ്കൂളുകളല്ല അനുവദിച്ചത്, കേരള സിലബസിലുള്ള അൺഎയ്ഡഡ് സ്കൂളുകളാണ് അനുവദിച്ചത്. അതാർക്കാണ് അനുവദിച്ചത്? UDF ഗവൺമെൻറ് കാലത്ത് അവർ തലങ്ങും വിലങ്ങും CBSE സ്കൂളുകളും ICSE സ്കൂളുകളും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും അൺഎയ്ഡഡ് സ്കൂളുകളും ആയിരക്കണക്കിനാണ് UDFൻ്റെ വ്യത്യസ്ത കാലഘട്ടത്തിൽ അനുവദിച്ചിട്ടുള്ളത്. ആ സ്ഥാനത്താണ് ഈ 40 മാത്രം LDF അനുവദിച്ചിട്ടുള്ളത്. അത് അനുവദിച്ചത്, കേരള സിലബസ് സ്കൂളുകൾ അനുവദിച്ചത് UDF നിരന്തരം അവഗണിച്ചു പോന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ ജീവിക്കുന്ന, മുഖ്യമായും മലപ്പുറം, പിന്നെ കോഴിക്കോടോ പാലക്കാടോ എങ്ങാണ്ടുള്ള 2-3 സ്കൂളുകൾ, UDF ഭരണത്തിന് കീഴിൽ അവഗണന അനുഭവിച്ച ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സ്കൂളുകൾ, അവർക്കും കൊടുത്തത് കേരള സിലബസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. അത് വലിയൊരു പാപമാണ് എന്ന് കരുതുന്നില്ല. വളരെ നന്ദി സഖാവ് ഈ സംഭാഷണത്തിന്. താങ്ക് യു.